everyone. Complementary physiologyയുടെ എക്സാമിങ് എത്താറായിട്ടുണ്ട്. നമ്മുടെ കംപ്ലീറ്റ് ടോപ്പിക്കിൻ്റെ ഒരു ചെറിയ റിവിഷൻ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഈ വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ടാവും, കംപ്ലീറ്റ് കാണാൻ നിങ്ങൾ ശ്രമിക്കണം. അപ്പോൾ ഫസ്റ്റ് എടുക്കുന്നത് നെർവസ് സിസ്റ്റം ആണ്. ഹ്യൂമൻ നെർവസ് സിസ്റ്റത്തിൽ വരുന്നത് ബ്രെയിനും സ്പൈനൽ കോഡും ന്യൂറോൺസും നോൺ നെർവസ് ടിഷ്യൂസും പിന്നെ ഫ്യൂ അസോസിയേറ്റഡ് കോമ്പണൻസും ആണ്. അതിൽ ബ്രെയിനും സ്പൈനൽ കോഡിനെയാണ് നമ്മൾ സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയാം. നെർവസ് സിസ്റ്റത്തിന്റെ ഫങ്ഷൻസ് ആണ് ഇനി പറയാൻ പോകുന്നത്. 3 തരത്തിലാണ് നെർവസ് സിസ്റ്റത്തിന്റെ ഫങ്ഷൻസ്: സെൻസറി ഫങ്ഷൻസ്, ഇന്റഗ്രേറ്റീവ് ഫങ്ഷൻസ്, മോട്ടോ ഫങ്ഷൻസ്. സെൻസറി ഫങ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്ന സ്റ്റിമുലസിനെ സെൻസറി റിസപ്റ്ററുകൾ സെൻസറി ഔട്ട്പുട്ടുകളാക്കിയിട്ട് മാറ്റുന്നു. ആ ഔട്ട്പുട്ടിനെ പിന്നെ എന്താക്കി കൺവേർട്ട് ചെയ്യുന്നു? ഇലക്ട്രിക്കൽ ഇമ്പൾസ് ആക്കി മാറ്റുന്നു. ഇതാണ് സെൻസറി ഫങ്ഷൻ. ഇനി ഈ നെർവ് ഇമ്പൾസ് ബ്രെയിനിലേക്ക് എത്തിക്കുന്നു. എന്നിട്ട് ആ ബ്രെയിനിൽ വെച്ചിട്ട് ഈ നെർവ് ഇമ്പൾസിനെ അനലൈസ് ചെയ്യുന്നു. അതാണ് ഇന്റഗ്രേറ്റീവ് ഫങ്ഷൻ. ഈ അനാലിസിസിന്റെ ബേസിൽ എന്ത് ചെയ്യുന്നു? മെസ്സേജുകൾ ഇഫക്റ്റർ ഓർഗൻസിലേക്ക് ബ്രെയിന് സെൻഡ് ചെയ്യുന്നു. അതാണ് മോട്ടോ ഫങ്ഷൻ. ഇഫക്റ്റർ ഓർഗൻ എന്ന് പറയുമ്പം മസിൽസ് ആവാം, ഗ്ലാൻഡ്സ് ഒക്കെ ആവും. വന്ന സ്റ്റിമുലിക്കുള്ള റെസ്പോൺസ് ഏത് ഓർഗനാണോ കൊടുക്കേണ്ടത് അതാണ് ഇഫക്റ്റർ ഓർഗൻ. അതാണ് മെയിനായിട്ടും മസിൽസ് അല്ലെങ്കിൽ ഗ്ലാൻഡ്സ് ആയിരിക്കും ഇഫക്റ്റർ ഓർഗനുകൾ. അപ്പോൾ ഇതാണ് മോട്ടോ ഫങ്ഷൻ അല്ലെങ്കിൽ മോട്ടോർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ന്യൂറോൺസ് ആണ് നെർവസ് സിസ്റ്റത്തിന്റെ ബേസിക് ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ന്യൂറോൺസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് മൈറ്റോട്ടിക് ആണ്. മൈറ്റോസിസ് നടക്കില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ന്യൂറോൺ നശിച്ചു പോയി കഴിഞ്ഞാൽ അത് നശിച്ചത് തന്നെയാണ്, പിന്നെ അത് റീജനറേഷൻ അതിൽ നടക്കൂല. അതാണ് ന്യൂറോൺസിന്റെ പ്രത്യേകത. ഇനി ഓരോ ന്യൂറോണിലും 3 ബേസിക് പാർട്ടാണ് ഉള്ളത്: സെൽ ബോഡി അല്ലെങ്കിൽ സോമ, ഒന്നോ അതിൽ കൂടുതൽ ഡെൻഡ്രൈറ്റുകൾ, പിന്നെ ഒരു സിംഗിൾ ആക്സോൺ. അപ്പോൾ സെൽ ബോഡി, ഡെൻഡ്രൈറ്റ്സ്, സിംഗിൾ ആക്സോൺ. ഇനി ഡെൻഡ്രൈറ്റും ആക്സോൺ ഒക്കെ സൈറ്റോപ്ലാസ്മിക് എക്സ്റ്റൻഷനുകളാണ്. ഡെൻഡ്രൈറ്റിനെ ആക്സോണിനെ നമ്മൾ നെർവ് ഫൈബേഴ്സ് എന്നാണ് വിളിക്കുക. സാധാരണ സെല്ല് പോലെ തന്നെ സെൽസിൽ കാണുന്ന സെൽ ബോഡി തന്നെയാണ് ഇതും. അതിൽ ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയോലസ് ഉണ്ട്, പിന്നെ മറ്റ് സൈറ്റോപ്ലാസ്മിക് ഓർഗനുകളൊക്കെ ഉണ്ട്. പക്ഷെങ്കിൽ ഒന്ന് മാത്രമേ ഇല്ല, സെൻട്രിയോൾസ് ഇല്ല. കാരണം സെൻട്രിയോൾസ് ഇല്ലാത്തതിൻ്റെ കാരണം ഇവിടെ എന്ത് നടക്കുന്നില്ല? മൈറ്റോസിസ് നടക്കുന്നില്ല. മൈറ്റോട്ടിക് ആണെന്ന് പറഞ്ഞു. അപ്പം മൈറ്റോസിസ് നടക്കാത്തത് കൊണ്ട് തന്നെ സെൻട്രിയോൾസ് ഇതിൽ കാണൂല. ഡെൻഡ്രൈറ്റ്സ് കൂടുതൽ ഇങ്ങനെ ബ്രാഞ്ച്ഡ് ആയിട്ട് കാണുന്നത് സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം കൂടുതൽ നെർവ് ഇമ്പൾസ് നമുക്ക് കിട്ടും. ഇനി അതിന് എഫറൻറ്റ് ഫൈബേഴ്സ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ എഫറൻറ്റ് പ്രോസസ്സുകൾ എന്നാണ് പറയുന്നത്. AFF സെൽ ബോഡിയിലേക്ക് കൊണ്ടുവരുന്നതായതുകൊണ്ട് അതിന് എഫറൻറ്റ് പ്രോസസ്സുകൾ എന്നാണ് വിളിക്കുന്നത്. ഈ ആക്സോൺസ് സിംഗിൾ ആക്സോൺ ആണ് ഉണ്ടാവുക. ആ ആക്സോണ് തന്നെ പിന്നെയും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന് ആക്സോണൈറ്റുകൾ അല്ലെങ്കിൽ ആക്സോൺ കൊളാട്രൽസ് എന്ന് പറയും. ഈ ആക്സോൺ കൊളാട്രൽ പിന്നെയും ഷോർട്ട് ബ്രാഞ്ച് ആയിട്ട് മാറിയിട്ടുണ്ട്. അതിനെ നമ്മൾ ടീലോഡെൻഡ്രിയ എന്ന് പറയും. ടീലോഡെൻഡ്രിയയുടെ അറ്റം കുറച്ച് എൻലാർജ്ഡ്, അതിനെ നമ്മൾ സിനാപ്റ്റിക് ബൾബ് എന്ന് പറയും. ഇനി ആക്സോണിൻ്റെ ചുറ്റും വൈറ്റ് ഫാറ്റി ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് എല്ലാ ആക്സോണിലും ഉണ്ടാവില്ല, അധിക ആക്സോണിലും കാണും. അതിനെ നമ്മൾ മൈലിൻ ഓർ മൈലിൻ ഷെത്ത് എന്ന് പറയും. അപ്പോൾ മൈലിൻ ഉള്ളതിനെയാണ് നമ്മൾ മൈലിനേറ്റഡ് ഫൈബേഴ്സ് എന്ന് പറയാം. അപ്പോൾ മൈലിനേറ്റഡ് ഫൈബേഴ്സ് ആണ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെ വൈറ്റ് മാറ്റർ ഉണ്ടാക്കുന്നത്. അതേസമയം സെൽ ബോഡികളും അൺമൈലിനേറ്റഡ് ഫൈബേഴ്സും ആണ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെ ഗ്രേ മാറ്റർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി അടുത്തടുത്ത മൈലിൻ സെഗ്മെൻറ്റുകളുടെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് അൺമൈലിനേറ്റഡ് റീജിയൻ ആണ്. അങ്ങനെയുള്ള അൺമൈലിനേറ്റഡ് റീജിയനെയാണ് നമ്മൾ നോഡ്സ് ഓഫ് റാൻവിയർ എന്ന് പറയുന്നത്. അൺമൈലിനേറ്റഡ് റീജിയൻ ബിറ്റ്വീൻ ദ മൈലിൻ സെഗ്മെന്റ്സ് ആർ കോൾഡ് നോഡ്സ് ഓഫ് റാൻവിയർ. നെക്സ്റ്റ്, പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ മൈലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഷ്വാൻ സെല്ലുകളാണ്. ഈ മൈലിന് ചുറ്റും ഷ്വാൻ സെല്ലുകൾ ഒരു കവറിങ് ഉണ്ടാക്കും. അത് ന്യൂറിലെമ്മ എന്ന് പറയുന്നത്. നെർവ് ഫൈബേഴ്സിനെ റീജനറേറ്റ് ചെയ്യാനുള്ള ഇമ്പോർട്ടൻറ്റ് റോള് വഹിക്കുന്ന ആളാണ് ന്യൂറിലെമ്മ. പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലാണ് ഷ്വാൻ സെൽസ് മൈലിൻ പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ മാത്രമാണ് ന്യൂറിലെമ്മ കാണുക. അതുകൊണ്ട് തന്നെ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ നെർവ് ഫൈബേഴ്സിന് റീജനറേഷൻ സംഭവിക്കും. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ഷ്വാൻ സെൽസ് എല്ലാം മൈലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒലിഗോഡെൻഡ്രോസൈറ്റുകളാണ് മൈലിൻ പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഒലിഗോഡെൻഡ്രോസൈറ്റിൽ എന്തില്ല? ന്യൂറിലെമ്മ ഇല്ല. അതുകൊണ്ടാണ് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെ നെർവ് ഫൈബേഴ്സ് ഒന്നും റീജനറേറ്റ് ആവാത്തത്. ഇമ്പൾസിനെ ക്യാരി ചെയ്യുന്നതിൻ്റെ ബേസിൽ ന്യൂറോണിനെ 3 തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം: എഫറൻ ന്യൂറോൺ, ഇഫറൻ ന്യൂറോൺ, ഇന്റർ ന്യൂറോൺ. എഫറൻ ന്യൂറോൺസ് അല്ലെങ്കിൽ സെൻസറി ന്യൂറോൺസ് ഇമ്പൾസിനെ സെൻസ് റിസപ്റ്റേഴ്സിൽ നിന്നും സെൻട്രൽ നെർവസ് സിസ്റ്റം ആയിട്ടുള്ള ബ്രെയിൻ അല്ലെങ്കിൽ സ്പൈനൽ കോഡിലേക്ക് എത്തിക്കുന്ന പണിയാണ് എഫറൻ ന്യൂറോണിനുള്ളത്. ഇമ്പൾസിനെ സെൻസറി റിസപ്റ്റേഴ്സിൽ നിന്നും സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് എത്തിക്കാം. ഇനി ഇഫറൻറ്റ് അല്ലെങ്കിൽ മോട്ടോ ന്യൂറോണ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്നും ഇമ്പൾസിനെ ഇഫക്റ്റർ ഓർഗൻസിലേക്ക് എത്തിക്കുന്നു. ഇഫക്റ്റർ ഓർഗൻസ് എന്ന് പറയുമ്പോൾ മസിൽസും ഗ്ലാൻഡ്സും. ഇന്റർ ന്യൂറോൺ എന്ന് പറയുന്നത്
നമ്മുടെ സെൻസറി ന്യൂറോണുകളെയും മോട്ടോർ ന്യൂറോണുകളെയും എന്നുവെച്ചാൽ എഫറൻ ന്യൂറോണിനെയും ഇഫറൻ ന്യൂറോൺസിനെയും കണക്ട് ചെയ്യുന്നതാണ് നമ്മുടെ ഇൻ്റർ ന്യൂറോൺ അല്ലെങ്കിൽ അസോസിയേഷൻ ന്യൂറോൺ എന്ന് പറയുന്നത്. ഇനി എങ്ങനെ നെർവ് ഇമ്പൾസ് ഉണ്ടാകുന്നു, ജനറേറ്റ് ചെയ്യുന്നു, ഇനി ആ നെർവ് ഇമ്പൾസ് എങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പം നമ്മുടെ ന്യൂറൽ മെംബ്രെയിനിൽ ഒരുപാട് അയൺ ചാനലുകളുണ്ട്. ഒരുപാട് അയൺ ചാനലുകൾ പ്രസൻ്റ് ആണ്. അപ്പോൾ ഈ അയൺ ചാനലൊക്കെ ചില അയോൺസിന് സെലക്റ്റീവ്ലി പെർമിയബിൾ ആണ്. സെലക്റ്റീവ്ലി പെർമിയബിൾ എന്ന് പറയുമ്പം ചിലതിനെ മാത്രം എന്ത് ചെയ്യുന്നു, കടത്തിവിടുന്നതാണ്. അപ്പം ഇനി ഇമ്പൾസ് ഒന്നും കണ്ടക്ട് ചെയ്യാത്തൊരു സമയത്ത്, അതായത് റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ ഇരിക്കുമ്പം ന്യൂറോണിൻ്റെ ആക്സോണൽ മെംബ്രെയിൻ അല്ലേ, ആക്സോണൽ മെംബ്രെയിൻ എന്ന് പറയുമ്പോൾ എന്താണ്, മെംബ്രെയിൻ. എക്സോണൽ മെംബ്രെയിൻ എന്താണ്, K+ന് കൂടുതൽ പെർമിയബിൾ ആയിരിക്കും. K+ന് കൂടുതലായിട്ട് കടത്തിവിടും, അകത്തേക്ക് കടത്തിവിടും. Na+ന് നിയർലി ഇംപെർമിയബിളും ആയിരിക്കും, കടത്തിവിടുകയില്ല. അത് മാത്രമല്ല, നെഗറ്റീവ്ലി ചാർജ്ഡ് പ്രോട്ടീൻ ആക്സോപ്ലാസത്തിൽ കാണുന്ന, ആക്സോപ്ലാസത്തിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും, നെഗറ്റീവ്ലി ചാർജ്ഡ് പ്രോട്ടീൻസ് ഉണ്ടാവും. അതിനെ പുറത്തോട്ടേക്ക് കടത്തിവിടുകയില്ല. അപ്പോൾ എന്തായിരിക്കും, കോൺസിക്വൻ്റ്ലി ആക്സോപ്ലാസത്തിൽ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് K+ വരും. കാരണം പുറത്തുനിന്ന് K+നെ നല്ലോണം കടത്തിവിടുന്നുണ്ട്. എന്തിനെയാണ് കടത്തിവിടാത്തത്, Na+നെ കടത്തിവിടുന്നില്ല. അതുമാത്രമല്ല, ഉള്ളിലുള്ള നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള അയോൺസിനെ പുറത്തോട്ടേക്കും കടത്തിവിടുന്നില്ല. അപ്പോൾ ആക്സോപ്ലാസത്തിൻ്റെ ഉള്ളിൽ എന്താകും, നെഗറ്റീവ്ലി ചാർജ്ഡ് ആവും. അപ്പം ആക്സോപ്ലാസത്തിൻ്റെ ഉള്ളിൽ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് K+ഉം അതുപോലെ പിന്നെ നെഗറ്റീവ്ലി ചാർജ്ഡ് പ്രോട്ടീനും ഉണ്ടാവും. പുറത്താണെങ്കിലോ, പുറത്തിൽ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് Na+ ആണ് ഉണ്ടാവുക. ഇപ്പം അങ്ങനെ അവിടെ എന്തായി, ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് ക്രിയേറ്റ് ആയി. അപ്പം ഈ അയണിക് ഗ്രേഡിയൻറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് സോഡിയം പൊട്ടാസ്യം പമ്പാണ്. അപ്പോൾ സോഡിയം പൊട്ടാസ്യം പമ്പ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 K+ സെല്ലിൻ്റെ അകത്തേക്ക് വരുമ്പോൾ, 2 K+ സെല്ലിൻ്റെ അകത്തേക്ക് വരുമ്പോൾ എന്താ ചെയ്യുന്നത്, 3 Na+നെ സെല്ലിൻ്റെ പുറത്തോട്ടേക്ക് അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ 2 K+ സെല്ലിൻ്റെ അകത്തേക്ക് എടുക്കുമ്പോൾ 3 Na+നെ സെല്ലിൻ്റെ പുറത്തോട്ടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആസ് എ റിസൾട്ട് ഔട്ടർ സർഫസ്, ആക്സോണൽ മെംബ്രെയിൻ്റെ ഔട്ടർ സർഫസ് എന്താകും, പോസിറ്റീവ് ചാർജ് ആകും. ഇന്നർ സർഫസ് നെഗറ്റീവ് ചാർജ് ആകും. കാരണം ഇന്നറിലാണ് കൂടുതൽ നെഗറ്റീവ്ലി ചാർജ്ഡ് പ്രോട്ടീൻ കാണുന്നത്. പിന്നെ പുറമെയാണ് Na+ൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലുള്ള. അപ്പോൾ ഔട്ട്സൈഡ് എന്താകും, പോസിറ്റീവ്ലി ചാർജ്ഡ് ആവും, ഇൻസൈഡ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആവും. ഇതിനെയാണ് പോളറൈസ്ഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ റെസ്റ്റിംഗ് പ്ലാസ്മ മെംബ്രെയിനെയാണ് നമ്മൾ റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയും. ഇപ്പോൾ റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ ഇതാണ് ഒരു മെംബ്രെയിനിൻ്റെ, ന്യൂറൽ മെംബ്രെയിനിൻ്റെ അവസ്ഥ. ഔട്ട്സൈഡ് പോസിറ്റീവ്, ഇൻസൈഡ് നെഗറ്റീവ്. ഇതാണ് റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ അതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഒരു സ്റ്റിമുലസ് കണ്ടില്ലേ, എന്ന് പറഞ്ഞ സൈറ്റ് കണ്ടില്ലേ, എന്ന് പറഞ്ഞ സൈറ്റിൽ നമ്മളൊരു സ്റ്റിമുലസ് അപ്ലൈ ചെയ്യുന്നു. അപ്പം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൈറ്റ് എയിലെ മെംബ്രെയിൻ എന്താകും, സൈറ്റ് എയിലെ മെംബ്രെയിൻ എന്താകും, ഫ്രീലി പെർമിയബിൾ. Na+ന് ഫ്രീലി പെർമിയബിൾ ആകും, Na+ന് ഫ്രീലി പെർമിയബിൾ ആകും. അപ്പോൾ എന്താവും, Na+ പുറത്തുനിന്ന് Na+ അകത്തേക്ക് ഭയങ്കര ഇൻഫ്ലക്സ് നടക്കും. പുറത്തേക്കുള്ള Na+ അകത്തേക്ക് ഇടിച്ച് കയറും. അപ്പോൾ എന്താവും, പൊളാരിറ്റി, ആ എന്ന് പറഞ്ഞ സൈഡിലെ പൊളാരിറ്റി റിവേഴ്സ് ആവും. ഔട്ടർ പോസിറ്റീവ് ആയിരുന്നത് എന്തായി, ഇപ്പം ഔട്ടർ നെഗറ്റീവ് ആകും, ഇന്നർ എന്താവും, പോസിറ്റീവ് ആവുകയും ചെയ്യും. അങ്ങനെ സൈന് റിവേഴ്സ് ആകും, സൈന് ആകും, ഇന്നർ എന്താകും, പോസിറ്റീവ് ആവും. അപ്പോൾ അവിടെ എന്താ പറയുക, ഡീപോളറൈസ്ഡ് എന്ന് പറയും, ഡീപോളറൈസ്ഡ്. അപ്പോൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ പ്ലാസ്മ മെംബ്രെയിൻ അറ്റ് ദ സൈറ്റ് എ ഈസ് കോൾഡ് ആക്ഷൻ പൊട്ടൻഷ്യൽ വിച്ച് ഇൻ ഫാക്ട് ടേംഡ് ആസ് നെർവ് ഇമ്പൾസ്. അപ്പം ഈ എയിൽ കാണുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഡീപോളറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റിൽ കാണുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസിനാണ് നമ്മൾ ആക്ഷൻ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ നെർവ് ഇമ്പൾസ് എന്ന് പറയുന്നത്. അപ്പോൾ നെർവ് ഇമ്പൾസ് എവിടെ എത്തി, എയിലെത്തി ആണല്ലോ. ഇനി എൻ്റെ തൊട്ട് മുന്നിലുള്ള നോക്കിയേ, എൻ്റെ തൊട്ട് മുന്നിൽ ബി എന്ന് പറഞ്ഞ സ്ഥലം നോക്ക്, ബി എന്ന് പറഞ്ഞ സ്ഥലം, ബിയിലെ സ്ഥലം സാധാരണ പോലെ റെസ്റ്റിംഗ് സ്റ്റേറ്റിലുള്ളപ്പോൾ ഉള്ള അതേപോലെ ഔട്ടർ പോസിറ്റീവും ഇന്നർ എന്താവും, നെഗറ്റീവുമാണ്.
ആണല്ലോ. അപ്പം ഇവിടെ കാരണം എയിൽ മാത്രമേ ഇമ്പൾസ് എത്തിയിട്ടുള്ളൂ, ബീൻ്റെ മുന്നോട്ടുള്ള എല്ലാം നോർമൽ പോലെ തന്നെയാണ്. അപ്പം ബി എന്താണ്, ഔട്ടർ പോസിറ്റീവും ഇന്നർ നെഗറ്റീവാണ്. അപ്പം എയിലെ പൊളാരിറ്റി മാറി ഔട്ടർ നെഗറ്റീവ് ഇന്നർ പോസിറ്റീവായി. അപ്പോൾ അവിടെ ഒരു ചാർജ് വ്യത്യാസം വന്നു. അപ്പോൾ ഇവിടെ ഒരു കറണ്ട് എങ്ങോട്ടേക്ക് പോകും? കറണ്ട് എയിൽ നിന്നും ബിയിലേക്ക് ഫ്ലോ ചെയ്യും. അപ്പോൾ അങ്ങനെ എയിൽ നിന്നും ബിയിലേക്ക് ഫ്ലോ ചെയ്യുമ്പം പൊളാരിറ്റി എയിലെ പൊളാരിറ്റി എന്താകും? സാധാരണ പോലെ തന്നെയാകും. റിവേഴ്സ് ആവും എന്ന് വെച്ചാൽ സാധാരണ പോലെയാവും. ബിയിൽ എന്തായി? പുതിയൊരു ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ആവുന്നു അല്ലേ? ബിയിലെ പൊളാരിറ്റി പിന്നെ എന്ത് ചെയ്യുന്നു? ചേഞ്ച് ആവുന്നു. അങ്ങനെ എയിലെ ഇമ്പൾസ് ബിയിലെത്തും. ഇതുപോലെ തന്നെ കംപ്ലീറ്റ് സീക്വൻസ് പിന്നെയും റിപ്പീറ്റ് ആവും. അങ്ങനെയാണ് ഒരു ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ആകുന്നത്. ഇമ്പൾസ് ജനറേറ്റ് ചെയ്ത ഇമ്പൾസ് കടത്തിവിടുന്നത് അങ്ങനെയാണ്. ഓക്കെ, അതേക്ക് മൂവ് ചെയ്യും. ഇനി നോക്കുന്നത്